അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യയുടെ മതേതര സംസ്കൃതി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി 3 ആഭ്യന്തര ശത്രുക്കളിൽ നിന്നാണ് വരുന്നത് എന്ന് MS ഗോൾവാക്കർ പറയുകയുണ്ടായി. 3 ആഭ്യന്തര ശത്രുക്കൾ. അപ്പോൾ അത് പഴയ ശത്രുക്കളാണ്. 3 പുതിയ ശത്രുക്കളെ ഇപ്പോഴത്തെ ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലാദ്യത്തെ ശത്രു സ്യൂഡോ സെക്കുലറിസ്റ്റുകൾ എന്ന് പറഞ്ഞ വിഭാഗമാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ മുഖ്യധാരയായിട്ട് ഹിന്ദുത്വ ഐഡിയോളജീനെ പ്ലേസ് ചെയ്യുകയും anybody who opposes the ഹിന്ദുത്വ ഐഡിയോളജി is treated as pseudo secularist, കപട മതേതരവാദി എന്നാണ് പറയുക. That is the first category. The second category is the communist and socialist. അപ്പോൾ ഏതെങ്കിലും അധ്യാപകൻ, എഴുതാൻ ശേഷിയുള്ളവൻ, രാകേഷ് ശർമ്മയെ പോലെ ഡോക്യുമെന്ററി ചെയ്യാൻ കഴിയുന്നവൻ, ഇവർക്കൊക്കെ ഒരേ ഒരു ടൈറ്റിലേ ഉള്ളൂ, അർബൻ നക്സലൈറ്റ്. അതുകൊണ്ട് അടി ഉറപ്പായി കിട്ടും. അപ്പൊ ആദ്യത്തെ ശത്രു സ്യൂഡോ സെക്കുലറിസ്റ്റുകൾ, രണ്ടാമത്തെ ശത്രു അർബൻ നക്സലൈറ്റ്സ്, മൂന്നാമത്തെ ശത്രുവാണ് വളരെ പ്രത്യേക തരത്തിലുള്ള ഒരു ശത്രു. അവരെ വിളിക്കുന്ന പേര് പ്രസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. അതിന് മലയാളം പറഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും അഭിലാഷിന് പ്രത്യേകിച്ച് സങ്കടമാകും. അപ്പോൾ പ്രോസ്റ്റിറ്റ്യൂട്ടും പ്രസ്സും കൂടെ ചേർത്തിട്ടാണ് ഈ വാക്കുണ്ടാക്കിയത്. എന്ന് വെച്ചാൽ ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരായി ശബ്ദമുയർത്തുന്ന മുഴുവൻ പത്രപ്രവർത്തകരെയും പ്രസ്റ്റിറ്റ്യൂട്ട് എന്നാണ് വിളിക്കുന്നത്. മാധ്യമ വ്യഭിചാര എന്നോ അങ്ങനെയൊക്കെ അതിൻ്റെ മലയാളം വരിക. ഇതാണ് നമ്മുടെ കോണ്ടസ്റ്റ്. അപ്പോൾ ഈ ഒരു കോണ്ടസ്റ്റിൽ എങ്ങനെയാണ് താങ്കൾ ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഏതൊക്കെ തരത്തിലുള്ള ചാലഞ്ചസ് നേരിടുന്നു? എങ്ങനെ മറികടന്ന് പോകാം? പല മാനങ്ങളുണ്ട്. കൾച്ചറലായും പൊളിറ്റിക്കലായുമുള്ള മാനങ്ങളുണ്ട്. ഒരു ജേർണലിസ്റ്റ്, ഒരു ഇൻഡിവിജ്വൽ ജേർണലിസ്റ്റ് നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒപ്രഷൻ, അതല്ലെങ്കിൽ ഐഡിയോളജിക്കലായ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നുള്ളതിനപ്പുറത്ത് ലോകം വ്യാപകമായ ഒരു ജേർണലിസ്റ്റ് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രെജുഡിസാണ്, മുൻവിധിയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ എന്ന ജേർണലിസ്റ്റ് ഒരു ഷോ ചെയ്യുന്നു, ഒരു ആങ്കറിങ് നടത്തുന്നു. അപ്പോൾ കാഴ്ചക്കാർ അവർക്ക് ഹിതകരമായ കാര്യങ്ങളാണെങ്കിൽ അതെടുക്കും. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഓക്കെ, ഗുഡ്. ഇനി നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിലോ ഞാൻ പറയുന്നത്, അയാൾ അങ്ങനെയല്ലേ പറയൂ, ഇതാണ് റെസ്പോൺസ്. അയാൾ അങ്ങനെ പറയൂ, ഓ ഇതല്ലേ ഇതിൽ ഇയാളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഈ പ്രജുഡിസാണ് നമുക്ക് ഗ്ലോബലി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏത് ജനാധിപത്യത്തിലും, ഇനി ജനാധിപത്യം ഇല്ലാത്തിടത്ത് പോലും ഇത് പ്രതീക്ഷിക്കണം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. അപ്പോൾ ഇന്നലെ ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി മാതൃഭൂമി ന്യൂസിന്റെ പ്രീ ഇലക്ഷൻ ഒപ്പീനിയൻ പോളായിരുന്നു, സർവേ. ഒരു പ്രൊഫഷണൽ ഏജൻസിയാണ് അത് നടത്തിയത്. സെഫോളജിയാണ്, ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാം. ആ ഒരു കാര്യം അവതരിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്. വാട്ടവർ, ചിലപ്പോൾ ആ ഫിഗേഴ്സ് മുഴുവനായിട്ട് തെറ്റാം, ചിലപ്പോൾ കുറച്ച് ശരിയാവാം, ചിലപ്പോൾ കുറച്ച് തെറ്റാം, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. വാട്ടവർ, നമ്മുടെ മുമ്പിൽ ഒരു ഡാറ്റ ഉണ്ട്. അപ്പോൾ ഒരു പ്രസന്റർ, ആസ് എ പ്രസന്റർ ഞാൻ എന്ന് പറയുന്ന ആങ്കർ എന്താണ് ചെയ്യുക? ഈ ഡേറ്റ പ്രസന്റ് ചെയ്യാണ് ചെയ്യുക. ഇതാണ് ഈ ഏജൻസി റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് വഴി അവരുടെ റിസർച്ച് മെത്തഡോളജി കംപ്ലീറ്റ് ചെയ്ത് അവർ കൊണ്ടുവന്നിട്ടുള്ള ഡാറ്റ ഇതാണ്. ഈ ഡാറ്റ ഇങ്ങനെയാണ് എന്ന് പ്രസന്റ് ചെയ്യുന്ന ആളാണ് പ്രസന്റർ. ആ ജോലിയാണ് ഞാൻ ചെയ്യുന്നത്, അതെന്റെ ജോലിയാണ്. അപ്പോൾ വിവിധ തരത്തിലുള്ള ആളുകളുടെ കമന്റ് എന്ന് പറയുന്നത് 2 സൈഡിലും ഉണ്ട്. ഇടത് വിരുദ്ധമായ, സർക്കാർ വിരുദ്ധ മാധ്യമമായ മാതൃഭൂമി കനഗോലുവിന്റെ പണം വാങ്ങിച്ച് ചെയ്ത സർവേ ആണ് ഇയാൾ ചെയ്തതെന്ന് ഒരു കൂട്ടർ പറയുന്നു. അതേ മറുവശത്ത് പിണറായി വിജയന്റെ പേറോളിലുള്ള ആൾ, അല്ലെങ്കിൽ പിണറായി വിജയൻ ഇൻസ്ട്രക്ട് ചെയ്തതനുസരിച്ചിട്ട് ഒരു ഇടത് തുടർഭരണം വരും എന്ന് ധ്വനിപ്പിക്കാനാണെന്ന് പറഞ്ഞു. ചില ആളുകൾ ഇതൊരു പെർഫെക്റ്റ് ബാലൻസിംഗ് ആണ്, 2 കൂട്ടരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സർവേ ആണെന്ന് പറഞ്ഞു. വാട്ട് എവർ, നമുക്കിതൊരു ജനാധിപത്യത്തിൽ ഇത് ആളുകളുടെ അഭിപ്രായം എന്ന നിലയിൽ എടുക്കാം. പക്ഷേ ഒരു ആസ് എ ജേർണലിസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യം പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ കാണുന്ന ആളുകളുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അവരവരുടെ സൗകര്യത്തിനനുസരിച്ചാണ്. ഇതിനർത്ഥം ഒരു മാധ്യമ പ്രവർത്തകൻ, അതല്ലെങ്കിൽ ഒരു ആങ്കർ പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങണം, അതെല്ലാം ഒരു തരത്തിലുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഇല്ലാതെ അംഗീകരിക്കണം എന്നല്ല കേട്ടോ. നമ്മുടേതൊരു ഡെമോക്രസിയാണല്ലോ. ജനാധിപത്യം എന്ന് പറയുന്നത് വൺ വേ ട്രാഫിക് അല്ല, അത് സംവാദാത്മകമായി നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോസിബിളായ വർത്തമാനങ്ങളാണ്. സ്വാഭാവികമായിട്ടും പുതിയ മാധ്യമ കാലത്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏകപക്ഷീയമല്ല, ഇന്ററാക്റ്റീവ് ആണ്. ചോദ്യം ഉണ്ടെങ്കിൽ പറച്ചിലും ഉണ്ട്, ഉത്തരവുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അപ്പൊ അങ്ങനെയുള്ള കാലത്ത്
സ്വാഭാവികമായിട്ടും തിരിച്ചുള്ള ചോദ്യങ്ങൾ, തിരിച്ചുള്ള വിമർശനങ്ങൾ സ്വാഗതാർഹമാണ്. അതിനപ്പുറം കടന്ന്, ഈ പറഞ്ഞ തിരിച്ചുള്ള വിമർശനത്തിന്റെയും ചോദ്യത്തിന്റെയും അപ്പുറം കടന്ന് ഒരാളെ ബ്രാൻഡ് ചെയ്യുമ്പോൾ അത് വിമർശനത്തിനപ്പുറത്ത് നിന്ന് മീഡിയ ബാഷിങ്ങിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി തകർക്കുക എന്നുള്ളതാണ്. മാധ്യമങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും ക്രെഡിബിലിറ്റി തകർന്നാൽ എന്താണ് സംഭവിക്കുക? അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടാവില്ല. മാധ്യമ പ്രവർത്തകർ എന്നതുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ത് ചെയ്യണം എന്നാണ് നമ്മുടെ ഒരു ജനാധിപത്യ സമൂഹത്തിലെ സങ്കല്പം. മാധ്യമ പ്രവർത്തകൻ ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ്. ടു ക്വസ്റ്റ്യൻ ദ പവർ, അധികാരത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തകന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം. ഈ അധികാരം എന്ന് പറയുന്നത് രാഷ്ട്രീയ അധികാരം മാത്രമൊന്നുമല്ല, സാമൂഹികവും മതപരവും ഒക്കെ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള അധികാരങ്ങളെയും ചോദ്യം ചെയ്യാൻ നിയുക്തനായ ആളാണ് മാധ്യമ പ്രവർത്തകൻ. അതാണ് മാധ്യമ പ്രവർത്തകനെ കുറിച്ചുള്ള സങ്കല്പം. അപ്പോൾ ആ മാധ്യമ പ്രവർത്തകനെ ഡിസ്ക്രെഡിറ്റ് ചെയ്താൽ, ആ മാധ്യമ പ്രവർത്തനത്തെ ആകെ ഡിസ്ക്രെഡിറ്റ് ചെയ്താൽ, ആ ചോദിക്കുന്ന ചോദ്യത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനാവും. ആ ചോദ്യം ഇൻവാലിഡ് ആയി പോവും. അങ്ങനെ ചോദ്യങ്ങളെ ഒഴിവാക്കുക, ചോദ്യങ്ങളില്ലാത്ത ഒരു ജനാധിപത്യമായി നമ്മൾ മാറുക എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തനത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതെല്ലാ ഇപ്പോ ഒരു അധികാര സിസ്റ്റത്തിന് നടുക്ക് മാത്രമല്ല. ഇതിപ്പോ പ്രസ്റ്റിറ്റ്യൂട്ട്സ് ആദ്യമായിട്ട് വിളിച്ചത് VK സിംഗ് ആണ്. നരേന്ദ്രമോദി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു അദ്ദേഹം കരസേനാ മേധാവിയായിരുന്നു. സേനാ മേധാവി സ്ഥാനത്ത് നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് വന്ന ആളാണ്. ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളെ സമീപിക്കുന്ന രീതി എന്താണ്? ഡൊണാൾഡ് ട്രംപിന് മാധ്യമങ്ങളോടും മാധ്യമ പ്രവർത്തകരോടും ഇതേ സമീപനവും ഇതേ രീതിയുമാണുള്ളത്. കാരണം അവർ ചോദ്യം ചോദിക്കുന്നു എന്നുള്ളതാണ്. ആ ചോദ്യം അദ്ദേഹത്തെ ഒരർത്ഥത്തിൽ അസ്വസ്ഥനാക്കുന്നുണ്ട്, ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ആ ചോദ്യത്തെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് എന്ത് കാര്യം പറയുന്നതും ട്രൂത്ത് സോഷ്യൽ വഴിയാണ്. അതല്ലാതെ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി വൈറ്റ് ഹൗസിന്റെ വാർത്താ സമ്മേളനം വഴിയല്ല. ഇന്ന് നമ്മുടെ ആഗോള കാര്യങ്ങളിൽ അമേരിക്കയുടെ ഒപ്പീനിയൻ അറിയണമെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ ഫോളോ ചെയ്യണം. അദ്ദേഹം മാധ്യമങ്ങളെ ഒരു തരത്തിലും വില കൊടുക്കാത്ത ആളാണ്. കാരണം മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു മാധ്യമ സമ്മേളനം നടത്തി ചോദ്യങ്ങൾ നേരിട്ടിട്ട് എത്ര വർഷമായി എന്ന് ആലോചിച്ചാൽ മതി. അപ്പോ അധികാരം എപ്പോഴും ചോദ്യങ്ങളെ ഭയപ്പെടുന്നുണ്ട്. ചോദ്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത് അധികാരത്തിന്റെ ആവശ്യമാണ്. അപ്പം മീഡിയ മാജിക് നടത്തുന്നത്, മാധ്യമങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നത് ഈ ചോദ്യങ്ങളെ ഒഴിവാക്കാനാണ്, ഈ ചോദ്യങ്ങളെ അപ്രസക്തമാക്കാനാണ്, ആ ചോദ്യങ്ങളുടെ വാലിഡിറ്റി ഇല്ലാതാക്കാനാണ്. അതാണ് ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഈ നാഷണൽ മീഡിയ അർണാബിഫിക്കേഷൻ എന്ന പ്രക്രിയയ്ക്ക് വിധേയമായി നമുക്കറിയാം. അത് പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു ഹിന്ദുത്വ അജണ്ടയെ ശക്തമായി പ്രതിരോധിക്കുന്ന അതേ ശക്തിയിൽ ഇസ്ലാമിസ്റ്റ് ഫോഴ്സസിനെ, ഇസ്ലാമിക അജണ്ടയെ പ്രതിരോധിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട്. അത് പൊതുവെ ഈ മീഡിയക്കെതിരെയും അതുപോലെ പൊളിറ്റിക്കൽ ഫോർമേഷനെതിരെയും ഒക്കെ വരുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഒരു വാദം കൊണ്ടുവന്നിട്ട് അതിലേക്കാണ് പലപ്പോഴും ഈ BJP പോലെ ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നത്. അപ്പോൾ അത്തരം വാദങ്ങൾക്ക് കുറച്ചൊരു സ്വീകാര്യതയും സമീപകാലത്ത് കിട്ടുന്നുണ്ട്. ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ ഇതിനെങ്ങനെയാണ് കാണുക? മീഡിയ എന്ന് പറയുന്നത് കേരളത്തിൽ അർണാബിഫിക്കേഷന്റെ അല്ലെങ്കിൽ ഗോഡി മീഡിയയുടെ നേർവിപരീതമായിട്ടാണോ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്? ഒന്ന്, ദേശീയ മാധ്യമ സാഹചര്യത്തിൽ നിന്ന് വിഭിന്നമായ ഒരു സാഹചര്യം കേരളീയ മാധ്യമ പരിസരങ്ങളിലുണ്ട്. ദേശീയ മാധ്യമങ്ങൾ, നമ്മൾ മുഖ്യധാര TV എടുത്താൽ എല്ലാ ടെലിവിഷനുകളും സർക്കാരിന്റെ സ്തുതിപാഠകരോ അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കുന്ന ഐഡിയോളജിയുടെ പ്രചാരകരോ ആണ്. അവർ ഗോദി മീഡിയ എന്ന് ഉദ്ദേശിക്കുന്നത് മടിയിലിരിക്കുന്ന മീഡിയ എന്നുള്ളതാണല്ലോ. അതിനപ്പുറത്ത് നിന്ന് ഗോലിമാരോ മീഡിയയായി മാറിയിട്ട് കാലം കുറച്ചായി. ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ ഒരു മെജോറിറ്റേറിയൻ ക്രൗഡിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന നിലവാരത്തിലേക്ക് മുഖ്യധാര ഇന്ത്യൻ ടെലിവിഷൻ മാറിയിട്ട് കാലം കുറച്ചായി. അപ്പൊ അതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിലില്ല. എന്തുകൊണ്ട് കേരളത്തിലില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വളരെ സിമ്പിളാണ്. നമ്മൾ കേരളത്തിൽ മലയാളികളോടാണല്ലോ സംവദിക്കുന്നത്. കേരളീയരോട് സംവദിക്കുന്ന ഇവിടുത്തെ ടെലിവിഷൻ മീഡിയയ്ക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യധാര മീഡിയയ്ക്ക് അങ്ങനെ ആവാൻ കഴിയില്ല. കാരണം ഇവിടുത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് ആ നിലയ്ക്കുള്ള ഓഡിയൻസ് ആണ്. സ്വാഭാവികമായിട്ടും ആ ഓഡിയൻസിനെ കൂടി മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ കേരളീയ സമൂഹത്തിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഈ മാധ്യമങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളാണ്. ഈ മാധ്യമങ്ങൾ സംസാരിക്കുന്നത് കേരളീയരോടാണ്. അതുകൊണ്ട് തന്നെ എന്താണോ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ നിലവാരം, അതനുസരിച്ചുള്ള നിലവാരവും അതനുസരിച്ചുള്ള നിലപാടുകളും സ്വാഭാവികമായിട്ടും കേരള മാധ്യമങ്ങൾക്കുണ്ടാവും. അത് അതിന്റെ ഒരു സ്വാഭാവികതയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഹിന്ദുത്വ ദേശീയതയെ അല്ലെങ്കിൽ ഹിന്ദുത്വ എക്സ്ട്രീമിസത്തെ എതിർക്കുന്ന അതേപോലെ ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കുന്നില്ലേ എന്ന ചോദ്യമാണല്ലോ ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. നോക്കൂ, ഒന്ന്, ഈ ഹിന്ദുത്വ ദേശീയത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡോമിനന്റ് ഐഡിയോളജിയാണ്. ഇന്ത്യ ഭരിക്കുന്ന ഐഡിയോളജിയാണത്. ഇന്ത്യ ഒരു ഡിഫാക്ടോ
ഹിന്ദു രാഷ്ട്രമായി മാറിക്കഴിഞ്ഞു. ജനാധിപത്യമുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ശരിയാണെങ്കിൽ പോലും നമ്മൾ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യവും ഭരണഘടനയും നിലനിൽക്കുമ്പോൾ തന്നെ ഒരു മതരാഷ്ട്രത്തിൻ്റെതായ സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്ന വിധത്തിലേക്ക് ഒരു ഭരിക്കുന്ന ഐഡിയോളജിയായി ഹിന്ദുത്വം മാറിയ കാലഘട്ടമാണിത്. അപ്പൊ ആ കാലഘട്ടത്തിൽ സ്വാഭാവികമായും അതേക്കുറിച്ചുള്ള ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമീപനം ഉണ്ടാകും മാധ്യമങ്ങളിൽ നിന്ന്. ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാവണം. ഞാൻ പറയുന്നത് കേരളീയ മാധ്യമ പരിസരങ്ങളിൽ അത് ഉണ്ടാവുന്നുണ്ട്, അത് നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് അതേ അളവിലും തൂക്കത്തിലും ആ അർത്ഥത്തില് ഇവിടെ ഭരിക്കുന്ന ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണ ശക്തിയുള്ള ഒരു ഐഡിയോളജിയായി പൊളിറ്റിക്കൽ ഇസ്ലാം മാറിയിട്ടില്ല. പൊളിറ്റിക്കൽ ഇസ്ലാമോ അല്ലെങ്കിൽ അതിന്റെ ഘടകങ്ങളോ ആ തരത്തിൽ ഹിന്ദുത്വ ഇവിടെ ഒരു റൂളിംഗ് ഐഡിയോളജിയായി മാറുമ്പോൾ അതിന് തുല്യമായ അല്ലെങ്കിൽ ആ ശക്തിയോടുകൂടി വന്നിട്ടില്ല എന്നുള്ള ഒരു ഘടകം അവിടെ നിൽക്കുന്നുണ്ട്. അത് ഒന്നാമത്തേത്. പക്ഷെ അതേസമയം തന്നെ വളരെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആ അർത്ഥത്തിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. ഇപ്പോ കേരളത്തിലാണ് ഒരു ചെറിയ കുട്ടി ഒരു റാലിയിൽ മുദ്രാവാക്യം വിളിക്കുന്നത്, അവലും മലരും കരുതിക്കോ എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത്, വരനുണ്ട് നിന്റെയൊക്കെ കാലന്മാരെന്ന് മുദ്രാവാക്യം വിളിക്കുന്നത്. നോക്കൂ, ആ വിഷയത്തെ മീഡിയ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്. ഞാൻ ആ വിഷയം ഡിബേറ്റ് ചെയ്ത ഒരാളാണ്. വളരെ ഫിയേഴ്സ് ആയിട്ടുള്ള ഒരു ഡിബേറ്റ് ആയിട്ടുള്ളത്. അത് ആ നിലയ്ക്ക് അപലപിക്കപ്പെടേണ്ട കാര്യമായതുകൊണ്ട് അത് ആ നിലയ്ക്ക് അപലപിക്കപ്പെടുന്നുണ്ട്. അതിങ്ങനെ തുലനം ചെയ്തുകൊണ്ടല്ല, പക്ഷെ ഏതൊക്കെ ഇൻസ്റ്റൻസസ് ഉണ്ടാവുന്നോ, ഏതൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുന്നോ അത് ആ നിലയ്ക്ക് വിമർശിക്കപ്പെടുന്നുണ്ട്. ഞാൻ KP ശശികലയെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, MM അക്ബറിനെയും ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രണ്ടുപേരെയും ഇന്റർവ്യൂ ചെയ്യുന്നത് രണ്ടുപേരോടും ചോദിക്കുന്ന ചോദ്യങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഒരേ തലത്തിൽ നിന്നാണ്. നിങ്ങളുടെ ഈ ഫണ്ടമെന്റലിസം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന തലത്തിൽ നിന്നുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സോഫ്റ്റ് കോർണർ ഒരു വിഭാഗം വർഗീയതയോട് ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന് നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നാഷണൽ മീഡിയ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. എങ്ങനെ ഡ്രോണുകൾ പോകുന്നു, മിസൈലുകൾ ഇങ്ങനെ പായിക്കുന്നു. സമാനമായ രൂപത്തിൽ ഇറാന്റെ ചില അറ്റാക്ക് ഉണ്ടായപ്പോൾ കേരള മീഡിയ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നത്. ഞാൻ ഒരു ഡിബേറ്റിൽ ഇരിക്കുന്ന സമയത്താണ് അമേരിക്കയുടെ USS എബ്രാഹിം ലിങ്കണിലേക്ക് ഇറാൻ 4 മിസൈലുകൾ അയക്കുന്നത്. അപ്പോൾ അത് അവതരിപ്പിച്ച ആങ്കർ തന്നെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്ട്രെസ് കൊടുത്തിട്ട്, നോക്കൂ അമേരിക്കൻ പടക്കപ്പൽ ആക്രമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു. അപ്പോൾ യഥാർത്ഥത്തിൽ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് കയ്യിൽ മിസൈലൊക്കെ ഉണ്ട്, അങ്ങോട്ട് അയക്കാം. അവിടെ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിനെ പോലും പ്രതിരോധിക്കാനുള്ള സംവിധാനമുള്ള കപ്പലുകളാണിത്. അവരത് പ്രതികരിക്കും. അപ്പോൾ നമ്മൾ അതിൽ ഒരു വലിയ സംഗതി ഇല്ല അതിൽ. പക്ഷേ ഇങ്ങനെ ഇമോഷണലായിട്ടത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്നത്. രണ്ടാമത്തെ എന്താ വെച്ചാൽ നമ്മൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ, പലപ്പോഴും സോഫ്റ്റ് പോൺ എന്ന് പറയാവുന്ന തലത്തിലുള്ള വിഷയങ്ങൾ വല്ലാതെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ പ്രശ്നമാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു സോഫ്റ്റ് പോൺ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇത്തരം സാധനങ്ങൾ വ്യാപകമായി മീഡിയയിൽ വരുന്നുണ്ട്. അത് നിങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല, അതൊരു നല്ല കാര്യമാണ്. പക്ഷെ ഈ ക്രൈം എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ അധികവും ഇത്തരം സംഗതികളായിരിക്കും വരിക. അപ്പൊ ഇതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഇതിനെ കുറച്ചുകൂടെയൊക്കെ ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമോ? യുദ്ധം ഇങ്ങനെയാണോ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും ഇല്ലാതെ ഞാൻ പറയും ഇങ്ങനെയല്ല എന്ന്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഒരു ഓട്ട മത്സരത്തിൽ ഒരാൾക്ക് മാത്രമായിട്ട് മാറി നിൽക്കാൻ പറ്റില്ല എന്നൊരു സെനാരിയോ ഉണ്ട്. വളരെ ശക്തമായിട്ടുള്ള മത്സരം ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഒരു യുദ്ധം കൈകാര്യം ചെയ്യേണ്ടത് അത് വളരെ ഗഹനമായ ഒരു പഠനത്തിന് വിധേയമാക്കേണ്ട കാര്യമാണ്. നമ്മൾ പറയാറുണ്ട് യുദ്ധത്തിൽ ആദ്യം കൊല്ലപ്പെടുന്നത് സത്യമായിരിക്കുമെന്ന്. അത് ഏറ്റവും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു യുദ്ധത്തിൽ ആദ്യം കൊല്ലപ്പെടുന്നത് സത്യം തന്നെയായിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. ഈ ഇറാന്റെ യുദ്ധം നടന്ന സമയത്ത് അത് ഞായറാഴ്ച രാവിലെയാണ് ആയത്തുള്ള ഖാംനെയി കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരം വരുന്നത്. ഞായറാഴ്ച സാധാരണ നിലയ്ക്ക് അതെ. അപ്പൊ അന്ന് ഞാൻ എൻ്റെ അവധി, ഞാൻ ഈ ഇറാൻ യുദ്ധ സമയത്ത് സ്ക്രീനിൽ ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ കുറെ ദിവസത്തെ ജോലിക്ക് ശേഷം ഞാൻ അവധി എടുത്ത് പോയി. പക്ഷെ അന്ന് എനിക്ക് വേറൊരു അസൈൻമെന്റ് ഉണ്ടായിരുന്നു, ഒരു മന്ത്രിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സമയത്താണ് ഇത് കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് സ്ക്രീനിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ സ്ക്രീനിൽ ഉണ്ടായിരുന്നാലും അതിന് വലിയ വ്യത്യാസമൊന്നും നമുക്ക് അവകാശപ്പെടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ പറയുന്ന മത്സരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നുണ്ടാണ്. നമ്മളിത് 2 പേര് തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം പോലെയോ അല്ലെങ്കിൽ കബഡി കളി പോലെയോ 2 ദ്വന്ദ്ങ്ങൾ അവർ പരസ്പരം ആക്രമിക്കുന്നു എന്നുള്ള നിലയിലേക്ക് നമ്മൾ ഒരു യുദ്ധം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് പല പ്രശ്നങ്ങൾ വരും. ഇപ്പോഴത്തെ ഗൾഫ് യുദ്ധത്തിന് മുമ്പ് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. നമുക്കറിയാം, കഴിഞ്ഞ മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ സംഭവിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാനത് വിമർശനപരമായി പറയാം. അന്ന് 2 ഭാഗത്തുനിന്നും ആക്രമണം ഉണ്ടാവുന്നു. രാത്രി വൈകിയും
വാർത്ത ടെലികാസ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. വാർത്ത എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള യുദ്ധമുഖത്ത് എന്തൊക്കെ കാര്യങ്ങൾ വാർത്തയ്ക്ക് സോഴ്സായിട്ട് എടുക്കുമെന്നൊരു വലിയ പ്രശ്നമുണ്ട്. പുതിയ കാലഘട്ടമാണ്. ഔദ്യോഗികമായി കൺഫേം ചെയ്ത വിവരങ്ങൾ അത് കൃത്യമായ ഇടവേളകളിൽ വിവരിക്കുന്നുണ്ട്. നമ്മുടെ 3 സേനകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരണത്തിനപ്പുറം മാധ്യമങ്ങളിൽ അനുനിമിഷം വാർത്തകൾ വരുവാണ്. ഈ പത്രത്തിന്റെ ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ പത്രത്തിന്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് രാത്രി 10 മണി വരെയാണ്. അത്രയും സമയമുണ്ട്. ചാനലുകൾ എന്ന് പറഞ്ഞാൽ അതാത് സമയത്ത് വിവരങ്ങൾ വേണം. അതാത് സമയത്ത് വിവരങ്ങൾ സാധാരണ നിലയിലുള്ള ഒരു വിഷയമാണ് എങ്കിൽ റിപ്പോർട്ടർമാർക്ക് നേരിട്ട് അവരുടെ സോഴ്സുകളിൽ നിന്ന് എടുത്ത് ആ വിവരങ്ങൾ നൽകുക. അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. യുദ്ധത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഡയറക്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഇല്ല. നമുക്ക് ഈ നമ്മുടെ സൈന്യവുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് നടത്തിയിട്ട് അവർ യുദ്ധത്തിലൊപ്പം നടക്കുന്ന കാര്യം അതാത് സമയത്ത് ഓൺ ടൈം നമ്മളെ അപ്ഡേറ്റ് ചെയ്തിട്ട് അത് പറയുക, അങ്ങനെ അത് സാധ്യമാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യം പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ തുടർന്ന് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും പ്രൈമറി കമ്മ്യൂണിക്കേഷൻ മാധ്യമം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണല്ലോ. അപ്പോൾ ഈ എക്സിലൊക്കെ ധാരാളം വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇത് വെരിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. മാധ്യമങ്ങളുടെ ഈ മത്സരത്തിൽ പല വീഡിയോയും പല ചാനലുകളിലായി വരുന്നുണ്ട്. ഈ യുദ്ധത്തിനിടയ്ക്ക് ആവർത്തിച്ച് ഒരു സാധനം ഈ അർമാനി 3 എന്ന് പറഞ്ഞൊരു വീഡിയോ ഗെയിം ഉണ്ട്. ഇതൊരു വീഡിയോ ഗെയിമാണ്. പക്ഷെ ഇതിന്റെ രംഗങ്ങൾ യുദ്ധത്തിന്റെ രംഗമാണ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ എക്സിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ കുറച്ചും കൂടി നമുക്ക് വിശ്വാസ്യതയുള്ള അക്കൗണ്ടിൽ നിന്ന് ആ ദൃശ്യം വന്നു കഴിഞ്ഞാൽ ചാനലുകൾ എന്ത് ചെയ്യും? ഈ ദൃശ്യം എടുക്കും. ഈ യുദ്ധകാലത്ത് വന്ന ദൃശ്യങ്ങളെല്ലാം ഈ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് സോഴ്സ് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളാണ്. പക്ഷെ അതിന് ആധികാരികത ഉണ്ടാവില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ മാധ്യമങ്ങളുടെ മത്സരത്തിൽ പിന്നെ ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. കഴിഞ്ഞ ഇന്ത്യ പാക് സംഘർഷത്തിന്റെ സമയത്ത് ഇപ്പൊ ഞാൻ ഓൺ എയറിൽ ഇരിക്കുകയാണ്, രാത്രിയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഭയങ്കരമായി ഈ സോഷ്യൽ മീഡിയ നിറയെ ദൃശ്യങ്ങൾ വരുന്നു, വിഷ്വലുകൾ വരുന്നു. അതിനിടയ്ക്ക് ഇന്ത്യൻ സേന വലിയ തോതിൽ അഡ്വാൻസ് ചെയ്യാണ്, നാവികസേന ഓപ്പറേഷനിലേക്ക് ഇറങ്ങി എന്നൊരു വാർത്ത വരുന്നു. അപ്പോ നോക്കൂ, ഇന്ത്യൻ നേവി കറാച്ചി പിടിച്ചു എന്നൊരു വാർത്ത. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പുറത്തെ സീനിലൊക്കെ കറാച്ചി പിടിച്ചു. കറാച്ചി പണ്ട് ആദ്യത്തെ 1971 യുദ്ധത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഉള്ളൊരു സംഭവം. ഞാനത് കൺഫേം ചെയ്തില്ല. ഞാനിങ്ങനെ എക്സിലൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വാർത്ത ഇങ്ങനെ വരുന്നു. അതേസമയം തന്നെ റിപ്പോർട്ടർമാരോട് ചോദിക്കുന്നുണ്ട്, അല്ല കറാച്ചിയിലേക്ക് പിടിച്ചു എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് കറാച്ചിയിലേക്ക് നാവികസേന പുറപ്പെട്ടതായുള്ള ഒരു വിവരം വരുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ വിശ്വാസ്യതയുള്ള ദേശീയ രംഗത്ത് 3 പുസ്തകങ്ങൾ എഴുതി ഞാൻ വളരെ താല്പര്യത്തോടു കൂടി കാണുന്ന ഒരു ജേർണലിസ്റ്റ്, വളരെ ആധികാരികമായി പ്രത്യേകിച്ച് വെസ്റ്റ് ഏഷ്യ വിഷയത്തിലൊക്കെ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള വളരെ കാമ്പുള്ള ഒരു ജേർണലിസ്റ്റിന്റെ ട്വീറ്റ് ഇന്ത്യൻ നേവി കറാച്ചി പിടിച്ചു എന്ന് വരികയാണ്. അപ്പൊ ഞാൻ ഇതാ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്, കറാച്ചി ഇത് സംഭവിച്ച കാര്യമാണ്. അപ്പൊ നമ്മൾ എന്തിനെയാണ് വിശ്വസിക്കുന്നത്? അദ്ദേഹം പിന്നെ പിറ്റേ ദിവസം ഐ എം സോറി ഇങ്ങനെ സംഭവിക്കും. ഇതാണ് ഈ യുദ്ധത്തിൽ ആദ്യം മരിക്കുന്നത് സത്യമാണ് എന്ന് പറയുന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റ് ആണ്. പിന്നെ ഇത് കുറച്ചുകൂടി വൈകാരികമായോ അതല്ലെങ്കിൽ കുറെ കൂടി ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ട് പറയുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ അവസ്ഥയിലേക്ക് പോകുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല യുദ്ധം റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതും വസ്തുതയാണ്. അതാണ് അതിന്റെ കാര്യം. രണ്ടാമത്തെ വിഷയം, ഈ പറഞ്ഞ വിഷയങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അങ്ങനെയുള്ള ഈ ക്ലിക്ക് നോക്കൂ, ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് തന്നെ റേജ് ബൈറ്റ് എന്നുള്ള വാക്കാണല്ലോ. ആളുകളെ പ്രകോപിപ്പിച്ച് അറ്റൻഷൻ നേടുക, റേജ് ബൈറ്റ്. അങ്ങനെ ആളുകളെ ഇത് ഈ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഭയങ്കരമായ തെറ്റായിട്ടുള്ള പ്രവണതകൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് മാധ്യമങ്ങളെക്കാൾ കൂടുതൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും ജേർണലിസ്റ്റുകളാണല്ലോ. എവരി സിംഗിൾ പേഴ്സൺ ഈസ് എ ജേർണലിസ്റ്റ് എന്നുള്ളതാണ് പുതിയ കാലത്തെ ഒരു നോം. അപ്പോൾ മൊബൈൽ ഫോണുള്ള ആർക്കും നിങ്ങളുടെ ഡിവൈസുകളിൽ എന്തും ക്യാപ്ചർ ചെയ്യാം, എന്തും അപ്ലോഡ് ചെയ്യാം. അതൊക്കെയും ജേർണലിസം ആണല്ലോ. പൊങ്കാല, ഇത്തവണത്തെ പൊങ്കാല എന്ന് പറയുന്നത് അതിൽ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള പല ട്രെൻഡ്സ് കണ്ടു. സിനിമാ താരങ്ങളൊക്കെ പൊങ്കാല ഇടാൻ വരുന്നത് പണ്ട് മുതലേ പൊങ്കാലയുടെ ഒരു ചടങ്ങ് പോലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇത്തവണ അതും കടന്ന് വലിയ തോതിൽ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന രീതിയിൽ വന്നു ധാരാളം യൂട്യൂബ് ചാനലുകളിലും മറ്റുമൊക്കെ. അത് ആ ബന്ധപ്പെട്ട ആക്ട്രസ് അവർക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി, അവർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായിട്ട് അവർ തന്നെ പിന്നീട് തുറന്നു പറയുന്ന കാര്യങ്ങൾ വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒബ്ജക്ടിഫിക്കേഷൻ, മെയിൽ ഗെയ്സ്, ഇതൊക്കെ പ്രശ്നമാണ്. ഇതൊക്കെ ഈ നമ്മുടെ ടൈറ്റിൽ തന്നെ മീഡിയ ഇൻ ടർമോയിൽ എന്നുള്ളതല്ലേ. ഈ ടർമോയിലിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ പത്രത്തില് അല്ലെങ്കിൽ ഒരു മീഡിയ ഹൗസിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിൽ ഈ പൈസ ഇറക്കിയ മുതലാളിമാരുടെ രാഷ്ട്രീയ താല്പര്യമൊക്കെ ഇതിനെ സ്വാധീനിക്കുമല്ലോ. അപ്പോ ഒരു ആങ്കർ എന്ന നിലയിലും ജേർണലിസ്റ്റ് എന്ന നിലയിലും അവരുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട വന്നിട്ടുണ്ടോ? അതോ
വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ചോദ്യമാണ്, മറുപടി പറയണമെന്നില്ല. അല്ല, മറുപടി പറയാം. ഇത് സത്യത്തിൽ ഇപ്പൊ നമ്മൾ ഈ കേരളത്തിലെ ഒരു മാധ്യമ പരിസരം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇത്രയും കാലം 18 വർഷത്തെ എക്സ്പീരിയൻസ് അങ്ങനെ ഡയറക്ട്ലി മാധ്യമ ഉടമസ്ഥർ അവരുടെ താല്പര്യങ്ങൾ ആങ്കർമാരിൽ അടിച്ചേൽപ്പിക്കുക അങ്ങനെ സംഭവിക്കാറില്ല. അതിൻ്റെ ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും അപ്ഡേറ്റ് ചെയ്യേണ്ട മീഡിയ ആണല്ലോ. അതാത് സമയത്ത് ഇപ്പൊ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടെലിവിഷനിൽ കാണുകയാണ്. ശരിക്കും അങ്ങനെ വിപുലമായി പ്ലാൻ ചെയ്ത് പ്രീ പ്ലാൻഡ് ആയിട്ട് ഇതാ ഈ ലൈനിൽ പോകണമെന്ന് തീരുമാനിക്കാൻ പോലുള്ള സ്പേസ് ടി വിയിലില്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ ടി വിയിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. ഒരർത്ഥത്തിൽ ഒരു ഡെമോക്രസിയാണ്. ഒരേ ലൈനിലായിരിക്കില്ല പല സമയത്ത് വരുന്ന പല കാര്യങ്ങളും. അങ്ങനെ ഇനിയിപ്പം മുതലാളിമാർ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമെന്ന് ബലം പിടിച്ചാൽ പോലും പറ്റാത്ത വിധത്തിലാണ് ഇതിന്റെ ഒരു ഇക്കോസിസ്റ്റം നിലനിൽക്കുന്നത്.